അരുൺ രാജ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. അരുൺ, വി എസ് മുന്നോട്ട് വെക്കുന്ന ചില കാര്യങ്ങൾ, ഇനിയും പരിഹരിക്കപ്പെടാത്ത പല പ്രശ്നങ്ങളും ഇന്ന് സമൂഹത്ത് നിലനിൽക്കുമ്പോൾ അതിനൊക്കെ വി എസിൻ്റെ കയ്യിലൊരു പരിഹാരമുണ്ടായിരുന്നു, അല്ലെങ്കിൽ അത്തരം അനീതികളോട് വി എസിന് ചില ചോദ്യങ്ങളുണ്ടായിരുന്നു. ആ ചോദ്യങ്ങൾ നമ്മൾ കേൾക്കാതായിട്ട് കുറച്ച് വർഷങ്ങളായി. അപ്പോൾ ഇനിയും ആ ചോദ്യങ്ങൾ നമ്മൾ കേട്ടില്ല എന്ന് വരും. പക്ഷേ വി എസ് മുന്നോട്ട് വെച്ച ആ ചോദ്യങ്ങൾ, അല്ലെങ്കിൽ മുന്നോട്ട് വെക്കാമായിരുന്ന ചോദ്യങ്ങൾ ചോദിക്കാൻ ഒരു തലമുറ ഉണ്ടാവണം. അവഗണിക്കപ്പെടുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒരു തലമുറ ഉണ്ടാവണം. വിവേചനം എവിടെയുണ്ടോ അതിനെ ചോദ്യം ചെയ്യാൻ ഒരു തലമുറ ഉണ്ടാകണം. ഇത്തരത്തിലൊക്കെയുള്ള ഒരു സന്ദേശം ബാക്കി വെച്ചുകൊണ്ടാണ് അദ്ദേഹം യാത്രയാകുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവിതം ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ ഇങ്ങനെ ഓരോ ഏടുകളും ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഗൺമാൻ, 20 വർഷം അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഗൺമാൻ പറഞ്ഞ ഒരു സംഭവം വായിക്കുകയുണ്ടായി. ഒരിക്കലൊരു മംഗലപുരത്ത് പോകുമ്പോൾ ഒരു വാഹനാപകടം ഉണ്ടാകുമ്പോൾ വി എസ് ബോധരഹിതനാകുന്നു. വി എസിനെ ആശുപത്രിയിൽ എത്തിക്കുന്നു. പിറ്റേ ദിവസമാണ് അദ്ദേഹത്തിന് ബോധം വീഴുന്നത്. ബോധം വീഴുമ്പോൾ ആദ്യം അന്വേഷിക്കുന്നത് ഗൺമാനെയും ഡ്രൈവറെയുമാണ്. അപ്പോൾ പലപ്പോഴും നമ്മളുടെയൊക്കെ സ്നേഹം, നമ്മളൊക്കെ ആൾക്കാരോട് അടുക്കുന്നതൊക്കെ പലപ്പോഴും പദവികളും അധികാരവും സാമർഥ്യവും സമ്പത്തും ഒക്കെ ഉള്ള ആൾക്കാരോടായിരിക്കാം. പക്ഷേ വി എസിനെ സംബന്ധിച്ചിടത്തോളം ഏത് ജോലി ചെയ്യുന്നവരാണെങ്കിലും ഏത് പദവിയിലുള്ളവരാണെങ്കിലും അവർ തങ്ങളോടൊപ്പമുള്ള ആൾ ആണ്. അപ്പോൾ അവർക്കാണ് അദ്ദേഹം പ്രഥമ പരിഗണന നൽകിയിരുന്നതെന്ന് കാണിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇദ്ദേഹത്തെ ഈ ഗൺമാൻ കെ ഗോപി എന്ന് പറയുന്ന ഗൺമാൻ അസുഖമായി കിടക്കുമ്പോൾ വി എസിൻ്റെ ശാരീരിക പ്രശ്നങ്ങൾ നോക്കാതെ അദ്ദേഹത്തെ വിവരം അന്വേഷിക്കുകയും അവിടെ ചെന്ന് കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും എന്താണ് യഥാർത്ഥ കമ്മ്യൂണിസം എന്ന് പറയുന്നത് അധികാരത്തോടൊപ്പം നിൽക്കുകയല്ല, പദവികളോടൊപ്പം നിൽക്കുകയല്ല, സാമർഥ്യമുള്ളവരോടും ഒപ്പം മാത്രം നിൽക്കുകയല്ല, മിടുക്കരായവരോടൊപ്പം മാത്രം നിൽക്കുകയല്ല. നമ്മൾ ചേർത്ത് പിടിക്കേണ്ട സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിൽ നിന്ന് കരുതപ്പെടുന്ന വ്യക്തികളെ ചേർത്ത് നിർത്തുകയാണ്, പാർശ്വവൽക്കരിക്കപ്പെടുന്നവരെ ചേർത്ത് നിർത്തുകയാണ്, അവഗണിക്കപ്പെടുന്നവരെ ചേർത്ത് നിർത്തുകയാണ്, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുകയാണ് എന്നൊക്കെ കാണിച്ചു തരുന്ന ഒരുപാട് അനുഭവ സാക്ഷ്യങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അരുണും കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഈ അനുഭവ സാക്ഷ്യങ്ങളാണ് വി എസിന് ഇപ്പോൾ കൊടുക്കുന്ന ഈ സ്നേഹാദരത്തിന് കാരണം. മാത്രവുമല്ല, അദ്ദേഹം ഒരു വ്യക്തി എന്നതിലുപരി ഇത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾ അതെത്രത്തോളം കൂടെ നിന്നവരെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നതൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ. തീർച്ചയായും ക്രിസ്റ്റീന പറഞ്ഞതുപോലെ തന്നെ വി എസിന്റെ സ്നേഹവായ്പ്, ആ വാത്സല്യം അറിയാത്തവർ ചുരുക്കമാണ്. വി എസിന് ചുറ്റും ഒരു മതിൽ പോലെ നിന്ന ഒരുപാട് അനേകമായിരം ആൾക്കാരുണ്ട്. സുരേഷ് അടക്കം പല ആൾക്കാരും. അവരെല്ലാം ഈ എന്താണ് വി എസ് എന്ന് ചോദിച്ചാൽ അവർക്ക് പിതാവെന്നോ അല്ലെങ്കിൽ ജ്യേഷ്ഠ സഹോദരനെന്നോ അതിനപ്പുറം ഒരു മുത്തച്ഛനെന്നോ ഒക്കെ പറയുവാനുള്ള സ്വാതന്ത്ര്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കെല്ലാം വി എസ് ഒരു സ്നേഹ വാത്സല്യമായിരുന്നു. വി എസ് എന്നും ഒരു മാർഗദർശിയായിരുന്നു, വീട്ടിലൊരു കാരണവരായിരുന്നു എന്നെല്ലാം അവർ ഓർത്തെടുക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം കെ രമയെ, ടി പി ചന്ദ്രശേഖരൻ വധത്തിന് പിന്നാലെ കെ രമയെ കാണാൻ വി എസ് കടന്നു പോകുന്ന ആ സന്ദർഭം ഒരു തെരഞ്ഞെടുപ്പിന്റെ നിർണായകമായ ഘട്ടത്തിലാണ്. അത് രണ്ട് രീതിയിൽ തന്നെ വ്യാഖ്യാനിക്കുന്നുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനം കെ രമ എന്ന ഒരു മുൻ SFI മുൻ കമ്മ്യൂണിസ്റ്റ് നേതാവ്, ആ കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ ആ വേദനയുടെ ഘട്ടത്തിൽ വി എസ് അവിടേക്ക് കടന്നു ചെല്ലുന്നു, കെ രമയ്ക്ക് ആശ്വാസമേകുന്നു. അത് ചെറുതായി ഒന്നുമല്ല, രാഷ്ട്രീയ കേരളത്തിൽ വലിയ കോലിളക്കം സൃഷ്ടിച്ച ഒരു സംഭവമാണ്. പക്ഷെ അപ്പോഴും വി എസ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ടി പി ചന്ദ്രശേഖരൻ എന്ന വ്യക്തി കമ്മ്യൂണിസ്റ്റ് ആണ് എന്നുള്ളതായിരുന്നു. അത് വലിയ വിമർശനങ്ങൾക്കടക്കം പാർട്ടി നേതൃത്വം മറുചേരിയിൽ നിൽക്കുമ്പോഴും അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ ഉറച്ച് അതിൽ തന്റെ സ്നേഹിതരെ കൂട്ടിച്ചേർത്തുകൊണ്ട് ആ സ്നേഹവായ്പിനൊപ്പം തന്നെ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് ജീവിതത്തിലുടനീളം കണ്ടിട്ടുള്ളത്. പിന്നീട് അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന സുരേഷിനെതിരെയുള്ള നടപടി, ആ സുരേഷിനെതിരെയുള്ള നടപടി വരുമ്പോഴും സുരേഷിനെ ഒപ്പം നിർത്താൻ വി എസ് അവസാന സമയം വരെയും ശ്രമിച്ചു എന്നുള്ളതാണ്. അത് വലിയ രീതിയിൽ അദ്ദേഹത്തിന് പോലും പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഘട്ടമടക്കം ഉണ്ടായിട്ടുണ്ടെങ്കിലും വി എസ് കൂടെയുള്ളവരെ സംരക്ഷിച്ചിരുന്നു, ഒപ്പം ചേർത്തിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ കരുനാഗപ്പള്ളിയിൽ നിന്ന് വിലാപയാത്ര പുറപ്പെട്ട് ഓച്ചിറയിലേക്കുള്ള ആണ് അടുത്ത പോയിന്റ്. അത് പാർട്ടി കേന്ദ്രങ്ങൾ നൽകിയ പോയിന്റാണ്. ഓച്ചിറയാണ് ജില്ലയിലെ അവസാന പോയിന്റ് എന്നുള്ളത്. പക്ഷേ ഞാനിപ്പോൾ ഓച്ചിറയിലേക്കുള്ള യാത്രയിലാണ്. ആ യാത്രയിൽ എമ്പാടും ഈ കരുനാഗപ്പള്ളിക്കും ഓച്ചിറയ്ക്കും ഇടയിൽ വവ്വാക്കാവ് അടക്കമുള്ള സ്ഥലങ്ങളിൽ നിരവധിയായ മനുഷ്യർ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അവരുടെ പുഷ്പങ്ങളുമായി ആ വി എസിനെ ഒരു നോക്ക് കാണുവാനായി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അവരെയൊക്കെ അവഗഞ്ഞു മാറ്റി എങ്ങനെയാണ് വി എസിന് ആ വിലാപയാത്രയ്ക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ളത് അറിയില്ല. കാരണം കൊച്ചു കുട്ടികളടക്കമുണ്ട് ഈ വിലാപയാത്രയിൽ. നമ്മളോട് നേരത്തെ കണ്ടതാണ്, രാവിലെ സ്കൂളുണ്ട്, ആ സ്കൂളിലേക്ക് പോകാൻ യൂണിഫോം ഇട്ട് പുലർച്ചെ 4 മണിക്കും 2 മണിക്കും എത്തി നിൽക്കുന്ന സ്കൂൾ വിദ്യാർത്ഥികൾ. എന്താണ്
അവർക്കൊക്കെ വി എസ് നൽകിയ പ്രചോദനം എന്ന് ചോദിച്ചാൽ ഒന്ന് മാത്രമാണ്, അവരുടെ മുൻഗാമികൾക്ക്, അവരുടെ തലമുറയ്ക്ക് വി എസ് പകർന്നു നൽകിയ ഊർജം. അതിനപ്പുറം അവകാശ സമരങ്ങൾക്ക് വേണ്ടി വി എസ് നടത്തിയ പോരാട്ടങ്ങൾ അത് പഠിച്ചവരാണ്, അല്ലെങ്കിൽ അത് കേട്ടവരാണ്. അത് മാത്രമാണ് അവർക്ക് മുമ്പിലുള്ള വി എസ് എന്നുള്ളത്. പക്ഷേ അപ്പോഴും അവർ അത് ഹൃദയത്തോടെ ചേർത്ത് വെക്കുന്നു. വി എസ് എന്ന പോരാളിയെ കേരളം അറിഞ്ഞത് വി എസ് എന്ന രണ്ടക്ഷരത്തിൽ മാത്രമാണ്. നിലയ്ക്കാത്ത രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ തുടരാഖ്യാനം എന്നുപോലും വി എസിനെ വിശേഷിപ്പിക്കാൻ കഴിയും. കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തിലും പൊതുമണ്ഡലത്തിലും അടയാളപ്പെടുത്തിയത് സമാനതകളില്ലാത്ത, ഒത്തുതീർപ്പുകളില്ലാത്ത സമര ജീവിതമാണ്. അതിനാണ് ഇപ്പോൾ വിരാമമായിരിക്കുന്നത്. വി എസ് എന്ന അതികായൻ മരിക്കുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ അവസാനിക്കുന്നത് ഒരു ഐതിഹാസികമാണ്, ഒരു യുഗമാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്തരത്തിൽ മാറ്റമുണ്ടാകുമോ, അല്ലെങ്കിൽ അതിനൊരു മാറ്റം മറ്റൊരു കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ ഉദയത്തോടെ അതിനൊരു മാറ്റം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം വി എസിന് ശേഷവും വി എസിന് മുമ്പും എന്നുള്ളതാണ് രണ്ട് ചേരിയായി, അല്ലെങ്കിൽ വി എസ് എന്നുവരെയാണോ ജീവിച്ചിരുന്നത്, കഴിഞ്ഞ 6 വർഷം മുമ്പ് വരെ വി എസ് സജീവമായി രാഷ്ട്രീയപരമായി ഇടപെടലുകൾ നടത്തിയിരുന്നു. പക്ഷേ അതിനുശേഷം വി എസ് വിശ്രമ ജീവിതത്തിലേക്ക് പോയി. പലപ്പോഴും വി എസ് അവിടെ ഉണ്ട്, വി എസ് ഉണ്ട് എന്നുള്ളത് പലർക്കും പേടിയായിരുന്നു. അത് അഴിമതിക്കാർക്ക് പേടിയായിരുന്നു, സ്ത്രീ പീഡകർക്ക് പേടിയായിരുന്നു. പക്ഷേ അത് വി എസ് ആ പോരാട്ടം അവസാന ഘട്ടം വരെയും തുടരും എന്നുള്ളതാണ് അവരുടെ ആ പേടികൾക്ക് കാരണം എന്നുള്ളത് സത്യം തന്നെയാണ്. പലപ്പോഴും അത് അദ്ദേഹം വാളെടുത്ത് തൂങ്ങുന്നത്, അദ്ദേഹം സന്ധിയില്ലാത്ത സമരങ്ങളിലേക്ക് നയിക്കുന്നതെല്ലാം സ്വന്തം പാർട്ടിയിലും സ്വന്തം ചേരിയിലും നിൽക്കുന്നവരാണെങ്കിൽ പോലും വി എസ് യാതൊരു മടിയും ഒരു ഘട്ടത്തിലും കാട്ടിയിട്ടില്ല. അതാണ് വി എസിന്റെ ഒരു നയവും രീതിയും. മുഖ്യധാര രാഷ്ട്രീയം മൂല്യധര ശക്തികൾക്കൊപ്പം സഞ്ചരിക്കാനും സാധാരണക്കാരുടെ തെരഞ്ഞെടുപ്പ് കാലത്ത്, ഈ പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം ചർച്ച ചെയ്യുകയും ചെയ്യുന്ന കാലത്താണ് പ്രതിരോധത്തിന്റെയും പ്രതിഷേധത്തിന്റെയും ശബ്ദം വി എസ് ഉയർത്തുന്നത്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അതിന്റെ നയവ്യതിയാനമടക്കം ഉണ്ടാകുന്നു എന്ന് വി എസ് തന്നെ പലകുറി വിമർശിച്ചതാണ്. പക്ഷെ അപ്പോഴും അദ്ദേഹം നിന്നത് ജനങ്ങൾക്കൊപ്പം, ജനകീയ രോക്ഷത്തിനൊപ്പമാണ്. ആ ജനകീയ രോക്ഷവും ജനകീയ വിഷയങ്ങളുടെയും നടുവിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകാനാണ് വി എസ് എക്കാലവും ശ്രമിച്ചത്. അത് തന്റെ രാഷ്ട്രീയ ജീവിതത്തെ സ്വന്തം പാർട്ടിക്കപ്പുറത്തേക്കും പ്രസക്തിയുള്ളതാക്കി മാറ്റിയതും വി എസ് അതുകൊണ്ട് തന്നെയാണ്. അങ്ങനെയാണ് വി എസ് അതിവേഗം സാധാരണക്കാരന്റെ ശബ്ദമായി മാറുന്നത്. നമ്മൾ കണ്ടതാണ് കൊക്കോകോള വിഷയത്തിലാകട്ടെ, മൂന്നാർ കയ്യേറ്റ സമയത്താകട്ടെ, ഇതിലെല്ലാം വ്യത്യസ്ത അഭിപ്രായം പല കോണുകളിൽ നിന്ന് ഉയർന്നു, പാർട്ടികളിൽ നിന്ന് അടക്കം ഉയർന്നു. പക്ഷേ വി എസിന് അപ്പോഴൊക്കെ പറയുവാനുണ്ടായിരുന്നത് ആ വിഷയത്തിൽ വി എസ് എടുക്കുന്ന നിലപാടാണ്. ഈ പ്ലാച്ചിമട വിഷയത്തിൽ വി എസ് എടുത്തിരുന്ന ഒരു കാര്യം, അതിന്റെ ദോഷം അനുഭവിക്കുന്ന, അതിന്റെ ദുരിതം അനുഭവിക്കുന്ന മുഴുവൻ പേർക്കും അത് ചെറിയ പാക്കേജ് എന്ന രീതിയിലല്ല, അതിന് കാര്യമായ ഒരു പരിഗണന ഉണ്ടാകണം എന്നുള്ളതായിരുന്നു വി എസിന്റെ ഏറ്റവും വലിയ ആവശ്യം. അങ്ങനെ വി എസ് ഒരു സജീവമായ രാഷ്ട്രീയക്കാരനപ്പുറം സാധാരണക്കാരന് എന്ത് നേട്ടം, അല്ലെങ്കിൽ സാധാരണക്കാരനെ എങ്ങനെ സംരക്ഷിക്കാൻ കഴിയും, അതിനുള്ള മാർഗങ്ങൾ കൂടി വി എസ് തേടിയിരുന്നു. കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികയുടെ അമിതഭാരം വി എസിന് ഒരിക്കലും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇടത് രാഷ്ട്രീയമെന്ന ആദർശ ധീരത നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ പ്രായത്തിന്റെ പരാധീനതയ്ക്കിടയിലും അതുപോലും വകവെക്കാതെ വി എസ് ഇങ്ങനെ പോരടിക്കുന്ന കാഴ്ച, വി എസ് ആ പോരാട്ടത്തിന്റെ ഭൂമികയിൽ നയിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത്. ഇപ്പോൾ ഈ ഓച്ചിറയിലാണ്. ഓച്ചിറയിൽ വലിയ മഹാസാഗരം കാത്തു നിൽക്കുന്നുണ്ട്. അത് അണമുറിയാത്ത ഒരു മതിൽ പോലെ ഇങ്ങനെ തുടർച്ചയായി ഇങ്ങനെ ജനം നിൽക്കുകയാണ്. പക്ഷെ ഒരുപക്ഷെ ഇവിടേക്ക് എത്തുമ്പോൾ ഇതുവരെ കണ്ടതിനേക്കാൾ കൂടുതൽ ജനം ഓച്ചിറയിൽ ഉണ്ടാകും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഓച്ചിറയിൽ ഉണ്ടാകുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവിടെ ഇനി ഈ ഓച്ചിറ, അതായത് കൊല്ലം ജില്ലയുടെ അവസാന പോയിന്റാണ് ഈ ഓച്ചിറ. ഈ ഓച്ചിറ കടന്ന് ഇനി അങ്ങോട്ട് പോവുക, അത് ഏറെ സമയം എടുക്കുന്ന ഒരു പ്രോസസ്സായി അത് മാറും, അല്ലെങ്കിൽ ഏറെ സമയം എടുക്കുന്ന ഒരു കാര്യമായി അത് മാറും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം വി എസ് അത്രത്തോളം ജനങ്ങൾക്കിടയിലേക്ക്, വി എസ് അത്രത്തോളം